ഇത് ഞങ്ങൾ രാവിലെ മുട്ടക്കറി ഉണ്ടാക്കുകയാണേ. മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പാത്രം അടുപ്പ് വെച്ച് ഗ്യാസ് കത്തിച്ച് തക്കാളി അരച്ച് വെച്ചിരിക്കുന്നു. സവോള ഇട്ട് വരട്ടണം. ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് സവോള, ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, വെളുത്തുള്ളി ഇത്രയും സാധനം അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലിടാൻ പോവുകയാണ്. വാട്ടണം. ഇത് വാട്ടാൻ പോവാണ്. ഇല്ല ഇളക്കി വാട്ടണം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ പോവാണ്. മഞ്ഞപ്പൊടി ഇടണം. കുറച്ചിട്ടാൽ മതി. സ്വല്പം കുരുമുളക് പൊടി ഇടാൻ പോവാണ്. ഇപ്പോൾ തൽക്കാലം ഇത്രയും മതി. സാധനങ്ങളൊക്കെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ വേണം. വാട്ടി വാട്ടണം. നന്നായിട്ട് വാടുന്ന സമയം കൊണ്ട് മുട്ട പൊട്ടിച്ച് തൊണ്ട് കളഞ്ഞ് വയ്ക്കാൻ പോവുകയാണ്. അതിൽ നല്ലോണം വാട്ടണം. അങ്ങനെ മല്ലിപ്പൊടി സ്വല്പം ഇടണം. അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി. ഇനി തക്കാളി അരച്ച് വെച്ചിരിക്കുകയാണ്. തക്കാളി ചാറൊഴിക്കണം. അല്ല, ഇനി ചിക്കൻ മസാലപ്പൊടി ഇട്ട് തക്കാളി വാട്ടി വെച്ചിരിക്കുകയാണ്. അത് അരച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുകയാണ്. ചാറാക്കണം. ശകലം കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ഈ അരിപ്പൊടി കുറച്ചിടുകയാണ്. കുറച്ച് 2 സ്പൂണേ എടുത്തുള്ളൂ. നമുക്ക് നല്ലോണം ഇളക്കി ഒരു സ്വല്പം പഞ്ചസാര ഇടണം. അപ്പോൾ ഒരു തക്കാളിയുടെ മധുരം കിട്ടാൻ വേണ്ടിയാണ്. മുഴുവനെ ഇട്ടാൽ പറ്റൂല, പിള്ളേർക്ക് കൊടുക്കണ്ടേ. അതുകൊണ്ട് വട്ടം കണ്ടിച്ച് നമ്മൾ ഇതിലിടാം. അങ്ങനെയാണ് മുട്ട. എല്ലാം മുട്ട രണ്ടായിട്ട് കണ്ടിച്ചിട്ട് ഇടുന്നു. നാലായിട്ട് കണ്ടിക്കുന്നില്ല, രണ്ടായിട്ട്.
എല്ലാം റെഡിയായി. ഇനി ഇതെല്ലാം ഇറക്കി വെച്ചാൽ പോരെ. ഇല്ലേ മുട്ടക്കറിയായി. അതില്ലേ ഇപ്പോൾ അത് മുട്ടക്കറി ആയി. ഇനി ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇറക്കി വെച്ചിട്ട് ഇനി അപ്പം ചുട്ടിട്ട് അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചുട്ടിട്ട് കറി എടുത്താൽ മതി. ഇനി അടച്ച് വയ്ക്കാൻ പോവുകയാണ്. അതൊക്കെയുള്ള എല്ലാം ഇതായി ഇറക്കി വയ്ക്കാം.